സംസ്ഥാനത്തെ ആദ്യ DBOT മാതൃകയിലെ RRF കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കൊല്ലം കുരീപ്പുഴയിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിലെ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്നതാണ് പദ്ധതി. കുരീപ്പുഴയിൽ ആരംഭിച്ചിരിക്കുന്നത് ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ വ്യവസ്ഥയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. 11 കോടി ചിലവഴിച്ച് ബയോമൈനിങ് നടത്തിയാണ് കുരീപ്പുഴയിലെ സ്ഥലം വൃത്തിയാക്കിയത്. കോർപ്പറേഷൻ പരിധിയിലെ അജൈവ മാലിന്യവും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യവും അതാത് ദിവസം പ്ലാന്റിലെത്തിച്ച് വേർതിരിച്ച് സംസ്കരിക്കും. പ്രവർത്തനോദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ഒരു കാലത്ത് ആരും വിചാരിച്ചു കാണില്ല ഈ മാലിന്യമല ഇവിടെ ഭാവിയിൽ ആധുനികമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് മുതൽ IT പാർക്ക് വരെ വരും എന്ന് ആരും വിചാരിച്ചു കാണില്ല. കോഴിക്കോട് ആസ്ഥാനമായ ഗ്രീൻ വേംസ് എന്ന കമ്പനിക്കാണ് 3 വർഷത്തെ പ്രവർത്തന ചുമതല. മാലിന്യ സംസ്കരണം യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. എടുത്ത വേസ്റ്റിനെ നമ്മൾ ഇത്തരത്തിലുള്ള റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയിലാണ് ആദ്യം വരിക. എന്നിട്ട് അത് തരംതിരിച്ച് വ്യത്യസ്ത ഗ്രേഡുകളാക്കി, ആ ഗ്രേഡുകളാക്കിയതിനെ പിന്നെ ഞങ്ങൾക്ക് കണ്ണൂർ റീസൈക്ലിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ റീസൈക്ലിംഗ് യൂണിറ്റിനെ കൊണ്ടുപോയി അവിടെ നമുക്കിതിനെ മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി 3 വർഷത്തിന് ശേഷം നടത്തിപ്പ് ചുമതല കോർപ്പറേഷൻ ഏറ്റെടുക്കുകയോ കരാർ പുതുക്കുകയോ ചെയ്യാം. മീഡിയ 1 കൊല്ലം.